ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിൻ്റെ 3rd ചാപ്റ്ററായ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സാണ്. അതിലെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിലത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ നമുക്കൊരു എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ തന്നിട്ടുണ്ട് എ പ്ലസ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫയുടെ വാല്യൂ കണ്ടോ, ഈ ആൽഫയുടെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇവർ തന്നിരിക്കുന്നത്? എ പ്ലസ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എ ട്രാൻസ്പോസ് എന്താ നമുക്ക് വരിക? നമ്മളതിൻ്റെ ഫസ്റ്റ് റോ നമ്മൾ ഫസ്റ്റ് കോളായിട്ട് എഴുതണം. ഇവിടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് കോസ് ആൽഫ, അതുപോലെ തന്നെ മൈനസ് സൈൻ ആൽഫ. അത് നമ്മളിവിടെ ഫസ്റ്റ് കോളായിട്ട് എഴുതി. ഇനി സെക്കൻഡ് റോ എന്താണ്? സൈൻ ആൽഫ കോസ് ആൽഫ. അത് നമ്മൾ സെക്കൻഡ് കോളായിട്ട് എഴുതി, സൈൻ ആൽഫ കോസ് ആൽഫ. അപ്പോൾ നമ്മൾ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. ട്രാൻസ്പോസ് കാണാനൊക്കെ നമുക്കറിയാം, വളരെ ഈസിയാണ്. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസ്. അപ്പോൾ നമുക്കത് നോക്കാം, എന്താണ് എ പ്ലസ് എ ട്രാൻസ്പോസ് വരുന്നത് നോക്കാം. അപ്പോൾ എയും എ ട്രാൻസ്പോസും എടുത്ത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ നമ്മൾ അഡീഷൻ പഠിച്ചത്? കറസ്പോണ്ടിങ് എലമെന്റ് എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ കോസ് ആൽഫ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണ് കോസ് ആൽഫ. അപ്പോൾ കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ 2 കോസ് ആൽഫ. ഇനി അടുത്തത് മൈനസ് സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ. മൈനസ് സൈൻ ആൽഫയും പ്ലസ് സൈൻ ആൽഫയും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വരും. ഇനി അടുത്തത് സൈൻ ആൽഫ പ്ലസ് മൈനസ് സൈൻ ആൽഫ. അപ്പോഴും അതെന്തായി? 0 ആയി. പിന്നെ ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ. അതെന്തായി? 2 കോസ് ആൽഫ. ഇതാണ് നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് എന്താണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്? ഇത് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഐഡന്റിറ്റി മെട്രിക്സ് പറയുന്നത് എന്താണ്? 1 0 0 1 അല്ലേ. ഇത് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കിയേ, 2 കോസ് ആൽഫ ഇസ് ഈക്വൽ ടു എന്താവും? 1. പിന്നെ ഇത് 0 ആണ്, ഇത് 0 ആണ്. ഇവിടെയും 2 കോസ് ആൽഫ ആണ്, അത് ഇസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 2 കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 1. നമ്മളത് ജസ്റ്റ് കമ്പയർ ചെയ്തു. 2 കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ കോസ് ആൽഫ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? 1. ഈ 2 നമുക്ക് കിട്ടി വരുമ്പോൾ 1/2 എന്ന് എഴുതാം അല്ലേ. കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 1/2. അപ്പോൾ കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 1/2. എപ്പോഴാണ് ആൽഫയുടെ വാല്യൂ, കോസിന്റെ വാല്യൂ 1/2 വരിക? ആൽഫയ്ക്ക് ഏത് വാല്യൂ വരുമ്പോഴാണ്? ആൽഫ എന്ന് പറയുന്നത് π/3. നമ്മൾ എല്ലാ വാല്യൂസും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ π/3 അതായത് 60 ഡിഗ്രി അല്ലേ. π/3 കോസിന്റെ വാല്യൂ എന്ത് വരുന്നത്? 1/2 വരുന്നത്. അപ്പൊ ആൽഫയുടെ വാല്യൂ നമുക്കിവിടെ എന്ത് കിട്ടി? π/3 എന്ന് കിട്ടി. അപ്പൊ ആൽഫയുടെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ അത് നമുക്ക് എന്തെന്ന് കിട്ടി? ഇവിടെ π/3 എന്ന് കിട്ടി. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. മെട്രിക്സ് എ 2 3 1 2. ഷോ ദാറ്റ് എ സ്ക്വയർ മൈനസ് 4a പ്ലസ് ഐ ഇസ് ഈക്വൽ ടു 0. 0 എന്ന് പറയുന്നത് സീറോ മെട്രിക്സ്, ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് എ സ്ക്വയർ വേണം, പിന്നെ അതുപോലെ 4a, പിന്നെ ഐഡന്റിറ്റി മെട്രിക്സ് നമുക്കറിയാം. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ എന്ന് പറയുന്നത് എ മൾട്ടിപ്ലൈഡ് വിത്ത് എ ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് നമ്മൾ 2 പ്രാവശ്യം എഴുതണം. അപ്പോൾ 2 3 1 2 മൾട്ടിപ്ലൈഡ് വിത്ത് അഗെയിൻ എ എഴുതണം. 2 3 1 2. അപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതി ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് തെറ്റ് പറ്റില്ല. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചതാണ് അല്ലേ. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം, ആദ്യത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 2 × 2 4 പ്ലസ് 3 × 1 3. അപ്പോൾ ഈ 4 + 3 7 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് എലമെന്റ്. ഇനി ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ചെയ്യണം. അപ്പോൾ 2 3s are 6 പ്ലസ് 3 2s are 6. ഇനി നമ്മുടെ ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ എടുക്കാം. സെക്കൻഡ് റോ അഗെയിൻ വിത്ത് ഫസ്റ്റ് കോളം. 1 × 2 2
പ്ലസ് 2 into 1 2. ഇനി സെക്കൻഡ് റോ സെക്കൻഡ് കോളം 1 into 3 3 പ്ലസ് 2 into 2 4. ഇനി ഇത് എത്ര കിട്ടുക നമുക്ക് നോക്കാം. 4 plus 3 എത്രയാണ്? 7. 6 plus 6 12. 2 plus 2 4. 3 plus 4 7. ഇതാണ് നമുക്ക് എ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? 4a വേണല്ലേ. 4a എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമുക്ക് എന്ത് ചെയ്യാം? മെട്രിക്സ് എനെ 4 കൊണ്ട് നമ്മുടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ 4 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 into മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു ഓരോ എലമെന്റിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 2s are 8, 4 3s are 12, 4 1s are 4, 4 2s are 8. ഇതാണ് നമ്മുടെ 4a. പിന്നെ ഐഡന്റിറ്റി മെട്രിക്സ് നമുക്കറിയാം എന്താണ്? നമ്മുടെ 1 0 0 1 ആണ്. ഇനി നമുക്കിതെല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എ സ്ക്വയർ മൈനസ് 4a പ്ലസ് ഐഡന്റിറ്റി മെട്രിക്സ് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം ആദ്യം എ സ്ക്വയർ എന്താ കിട്ടിയത്? 7 12 4 7. ഇനി നമുക്ക് മൈനസ് 4a എന്താ കിട്ടിയത്? 8 12 4 8. ഇനി നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് പ്ലസ് ഐഡന്റിറ്റി മെട്രിക്സ് ആണ് 1 0 0 1. ഇത് നമുക്ക് എല്ലാം ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 7 മൈനസ് 8 എത്ര വരും? -1. -1 പ്ലസ് 1 0. ഇനി 12 മൈനസ് 12 0. 0 പ്ലസ് 0 0. ഇനി 4 മൈനസ് 4 0 പ്ലസ് 0 0. 7 മൈനസ് 8 -1 പ്ലസ് 1 0. കണ്ട കറസ്പോണ്ടിങ് എലമെന്റ് നമ്മൾ എടുത്തിട്ട് ഇവിടെ 3 ഉണ്ടായിരുന്നു, 3 ഒരുമിച്ച് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0 മെട്രിക്സ്. 0 മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? 0. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു അല്ലേ? എ സ്ക്വയർ മൈനസ് 4a പ്ലസ് i ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ അത് പ്രൂവ് ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. എ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എക്സ്പ്രസ് എ ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഒരു മെട്രിക്സിനെ സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സം ആയിട്ട് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ എനെ എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ആ ഒരു ഫോമുല എഴുതണം. ഇവിടെ പി എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്? സിമെട്രിക് മെട്രിക്സ്. ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ പിയും ക്യൂവും എന്താന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനുശേഷം വേണം നമുക്ക് ഇതുപോലെ ആഡ് ചെയ്തിട്ട് എ വരണം ആ രീതിയിൽ. അപ്പൊ പി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എഴുതുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആ ഒരു രീതിയിൽ. അപ്പൊ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് നമ്മുടെ പി എന്ന് പറയുന്ന മെട്രിക്സ്. അത് നമ്മൾ സിമെട്രിക് ആണെന്നും കൂടി നോക്കണം. പിന്നെ പി എന്ന് പറയുന്നത് എന്താണ്? ക്യൂ. ക്യൂ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അത് ചെയ്തിട്ട് കിട്ടുന്നത് മെട്രിക്സ് ഏതാണോ അതാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ്. അത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എ കിട്ടണം. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എന്ത് വേണം? എ ട്രാൻസ്പോസ് വേണം അല്ലേ? അപ്പോൾ എ ട്രാൻസ്പോസ് ആദ്യം കണ്ടുപിടിക്കാം. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളായിട്ട് എഴുതുക. 1 മൈനസ് 2. പിന്നെ സെക്കൻഡ് റോ എന്താണ്? 4 5. അത് സെക്കൻഡ് കോളായിട്ട് എഴുതി. ഇതാണ് നമ്മുടെ എ ട്രാൻസ്പോസ്. ഇനി നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഹാഫ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം എ പ്ലസ് എ ട്രാൻസ്പോസ് കാണാം. എയും എ ട്രാൻസ്പോസും ആഡ് ചെയ്ത് കറസ്പോണ്ടിങ് എലമെന്റ് എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ 1 1 അപ്പൊ 2. അതുപോലെ -2 പ്ലസ് 4 അപ്പൊ നമുക്ക് 2 കിട്ടി. അതുപോലെ 4 -2 അപ്പൊ 2. 5 5 അപ്പൊ 10. ഇതാണ് നമ്മുടെ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനെല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2/2 1. അടുത്തതും 2/2 1. 2/2 1. പിന്നെ 10/2 എന്ന് പറയുന്നത് 5. അപ്പൊ 1 1 1 5. ഇതാണ് നമ്മുടെ എന്ത്? പി എന്ന് പറയുന്നത്. ഇനി ഇത് സിമെട്രിക് ആണോ എന്ന് അറിയണം അല്ലേ? നമ്മളിപ്പോ പി കണ്ടുപിടിച്ചു.
അതൊരു സിമെട്രിക് മെട്രിക്സ് ആണ് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് അതിന്റെ ട്രാൻസ്പോസ് ഒന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ 1 1 ഫസ്റ്റ് റോ ഞാൻ ഫസ്റ്റ് കോളായിട്ട് എഴുതി, പിന്നെ സെക്കൻഡ് റോ 1 5 അതിനാൽ സെക്കൻഡ് കോളായിട്ട് എഴുതി. നോക്കിയേ, പി ട്രാൻസ്പോസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്? അത് പി തന്നെയാണ് അല്ലെ, രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? therefore P is a symmetric matrix. അപ്പൊ അത്രയും നിങ്ങൾ അവിടെ എഴുതണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? Q കണ്ടുപിടിക്കാൻ നോക്കാം. A മൈനസ് എ ട്രാൻസ്പോസ് എന്താന്ന് നോക്കാം. എയും എ ട്രാൻസ്പോസും നമ്മളിവിടെ മൈനസ് ചെയ്യാൻ പോവാണേ. അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ് എടുത്ത് നമുക്ക് മൈനസ് ചെയ്യാം. അപ്പൊ 1 -1 0, പിന്നെ -2 -4, അപ്പൊ -6, 4 -2, അപ്പൊ 4 + 2 6, അതുപോലെ 5 -5, അപ്പൊ അത് 0. അപ്പൊ നമുക്ക് ഇതാണ് എ മൈനസ് എ ട്രാൻസ്പോസ് കിട്ടിയത്. നമുക്കിതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പൊ 0യുടെ 0 തന്നെയാണ്. -6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം -3, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, ഇത് 0. അപ്പൊ 0 - 3 3 0. ഇതാണ് നമ്മുടെ എന്ത് ക്യൂ എന്ന് പറഞ്ഞ് നമ്മൾ കിട്ടിയത് അല്ലെ. നമ്മൾ ക്യൂ എടുത്തത് എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഇനി നമ്മളിത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളിവിടെ ക്യൂ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളായിട്ട് എഴുതി. അപ്പൊ 0 - 3. ഇനി സെക്കൻഡ് റോ 3 0, അത് ഞാൻ സെക്കൻഡ് കോളായിട്ട് എഴുതി. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്കൊരു മൈനസിന്റെ വ്യത്യാസം ഉണ്ടല്ലേ. ഇവിടെ -3 ആയിരുന്നു, ഇത് +3. ഇവിടെ 3 ആയിരുന്നു, ഇത് -3. അപ്പൊ നമുക്ക് ഇവിടെ -q എന്നാ കിട്ടിയത്. ക്യൂ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -q. അങ്ങനെ -q ഒരു മൈനസ് ആയിട്ട് കിട്ടണമെങ്കിൽ then q ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പൊ നമ്മളിവിടെ p കണ്ടുപിടിച്ചു, അതൊരു സിമെട്രിക് ആണെന്നും പ്രൂവ് ചെയ്തു. q കണ്ടുപിടിച്ചു, അതൊരു സ്ക്യൂ സിമെട്രിക് ആണെന്നും പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ p + q ആഡ് ചെയ്തിട്ട് നമ്മുടെ a കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പൊ p എന്തായിരുന്നു? 1 1 1 5. ഇനി നമുക്ക് q നോക്കാം. പ്ലസ് q എന്തായിരുന്നു? 0 -3 3 0. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 + 0 1, 1 + -3 -2, 1 + 3 4, 5 + 0 5. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? 1 - 2 4 5. നമ്മുടെ എ എന്തായിരുന്നു? നോക്കിയേ, 1 - 2 4 5 അല്ലെ. നോക്കിയേ, നമ്മുടെ എ എന്ന് പറയണത് 1 - 2 4 5. അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ആഡ് ചെയ്തപ്പോ നമുക്ക് ഇവിടെ കിട്ടിയതും അല്ലെ. 1 - 2 4 5. അപ്പൊ p + q നമ്മൾ ആഡ് ചെയ്തപ്പോ എന്ത് കിട്ടി? എ എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടി. അതിന്റെ അർത്ഥം എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ നമ്മൾ ഇതാ p + q, ഒരു സിമെട്രിക്കും ഒരു സ്ക്യൂ സിമെട്രിക്കും ആയിട്ടുള്ള രണ്ട് മെട്രിക്സുകളുടെ സമ്മായിട്ട് നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസിയാണ്. അപ്പൊ നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്.